ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദുരിത മേഖലയും ബാധിതരെയും നേരിൽ കണ്ട് സ്ഥിതിഗതിയൊക്കെ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജിയും സംഘവും വയനാട്ടിലെത്തുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. സോ നമ്മളിവിടെ രാവിലെ മുതൽ കൽപ്പറ്റ ടൗണിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 11 മണിയോടെ മറ്റു വാഹനങ്ങളെല്ലാം തന്നെ റൂട്ട് തിരിച്ച് വിടുന്നാണ് ട്ടോ അറിയാൻ കഴിഞ്ഞത്. വഴിയിലെങ്ങും വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ ദൂരത്തേക്ക് തന്നെ മാറ്റി പാർക്ക് ചെയ്ത ശേഷമാണ് നടന്നാണ് ട്ടോ വന്നത്. എത്തിയതിന് ശേഷം വഴിയില് കുറച്ച് 1, 2 പേരൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തത് കണ്ടായിരുന്നു. ഇങ്ങനെ പോലീസുകാരുടെ കണ്ണിൽ പെടുന്നതൊക്കെ അവരപ്പ തന്നെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് എല്ലാം അപ്പ തന്നെ അവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഫൈൻ അടച്ച ശേഷമായിരിക്കും അവർക്ക് തിരിച്ച് കിട്ടുക. പിന്നെ ഇത് ഹെലികോപ്റ്ററിൽ ഇവര് നേരെ തന്നെ പോയത് ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്താണ് ട്ടോ. അവിടുന്ന് ഈ ഹെലികോപ്റ്ററിൽ ഇരുന്നോണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷമാണ് നമ്മുടെ എസ്.കെ.എം.ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തത്. ശേഷം ബാധിച്ചവരെ സന്ദർശിക്കാനായിട്ട് വന്നോണ്ടിരിക്കുവാണെന്നാണ് ട്ടോ അറിയാൻ കഴിഞ്ഞത്. നമ്മളപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് തന്നെ നിക്കാണ്. പിന്നെ അറിയാലോ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മള് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മള് ഇപ്പം ഇത്രയും വലിയൊരു ദുരിതം നമ്മുടെ നാടിനെ ബാധിച്ചിട്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാല് നടക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു അനുശോചനം എന്ന നിലയിലാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഇനിയിപ്പം എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമല്ലോ. നമുക്ക് ഇതിനകത്ത് തന്നെ നിന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഇപ്പൊ ഇതൊക്കെ ബാധിച്ചവരെയും കൂടെയാണ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പൊ ദാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് കരുതുന്നു. നമ്മൾ ഈ ഒരു വിഷ്വല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇതെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് നിന്നത്. ദുരന്തം നടന്ന് 12ാമത്തെ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആ കാര്യത്തില് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇത്ര പെട്ടെന്ന് തന്നെ നമുക്കൊരു സഹായം എന്നൊരു രീതിയിലാണല്ലോ ഇപ്പൊ എത്തിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം സന്ദർശിച്ച ശേഷം വേണ്ട രീതിയില് നമ്മുടെ വയനാട്ടിലേക്ക് വേണ്ട സഹായങ്ങൾ കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇപ്പൊ ഈ ദുരിതം ബാധിച്ചവരെ എല്ലാവരുടെയും കുടുംബത്തിലേക്ക് വേണം. പിന്നെ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതല്ലാതെ നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പം എന്തായാലും ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. നമ്മള് ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. അതിനുശേഷമാണ് അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ നടന്നത്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അവിടെ ഡ്രോപ്പ് ചെയ്ത് വെച്ചു. നമുക്കതല്ലല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ബാക്ക് ടു ലൈഫ്, അല്ലേ? അപ്പോൾ എന്തായാലും ഇനി വഴിയെ കാണാം. എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.